ഹലോ ഗൈസ്, ഇങ്ങനെ ഗ്രേ ആയിരുന്ന അമ്മച്ചിയുടെ ഹെയർ ഇതുപോലെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ബ്ലാക്ക് ആക്കിയെന്ന് നോക്കിയാലോ. ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു ബൗളിലേക്ക് ഹന്ന പൗഡർ അല്ലെങ്കിൽ മൈലാഞ്ചിപ്പൊടി ചേർത്ത് ഈ തണുപ്പിച്ച് വെച്ച കട്ടൻ ചായയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ മിക്സ് ചെയ്യാവുന്നതാണ്. കൈ ഉപയോഗിച്ച് മിക്സ് ചെയ്താൽ ചെറുതായിട്ട് കയ്യിലൊരു സ്ട്രെയിൻ ആവും. ഇതുപോലെയാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഈ മിക്സ് നമ്മൾ ഇനി ഒരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം എടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇങ്ങനെയാണ് അമ്മച്ചിയുടെ മുടിയുള്ളത്. ഇവിടേക്ക് ഗ്രേ ഹെയർ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നമ്മുടെ മൈലാഞ്ചിയുടെ മിക്സ് നമുക്ക് തേച്ച് കൊടുക്കാം. ഗ്രേ ഹെയർ ഉള്ളിടത്തൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം. നമുക്ക് ഹെയർ ഉള്ളതനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഞാനൊരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. അമ്മച്ചിക്ക് അത്യാവശ്യം ഹെയർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാനൊരു പാക്കറ്റ് ഫുൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെയറിനനുസരിച്ചുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഞാനിതാ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു ഒരു മണിക്കൂർ ടു ഒരു 1.5 മണിക്കൂർ വരെ നമുക്കിതിങ്ങനെ വെച്ചേക്കാം. ഇതൊരു 1.5 മണിക്കൂറിന് ശേഷം കേട്ടോ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ കേട്ടോ വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഗ്രേ ഹെയറൊക്കെ നല്ല ഓറഞ്ച് നിറത്തിലായിട്ടുണ്ട്. മൈലാഞ്ചി തേച്ചെടുത്ത് അത്രയും ഓറഞ്ച് നിറത്തിലായിട്ടുണ്ട്. എനിക്ക് ഫുള്ളായിട്ട് തേക്കാൻ കിട്ടിയിട്ടില്ല, കാരണം ഒരു പാക്കറ്റ് പൗഡർ തേഞ്ഞിട്ടില്ല കേട്ടോ. അടുത്ത ബൗളിലേക്ക് നമ്മൾ നീലാംബരിയുടെ പൊടി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ലേശം ഉപ്പിട്ട് ആണ് മിക്സ് ചെയ്യുന്നത്. ഞാൻ സ്പൂൺ ഉപയോഗിച്ചാട്ടോ മിക്സ് ചെയ്യുന്നത്, കാരണം ചൂടുണ്ട് വെള്ളം അത്യാവശ്യം. നീലാംബരി കുറച്ച് തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ഒത്തിരി നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുക ചെയ്യുന്നത്. ഇതുപോലെ ആട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ട. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാം. ഇതും നമുക്ക് നേരത്തെ പോലെ തന്നെ ഒരു മണിക്കൂർ ടു 2 മണിക്കൂർ വരെ നമുക്ക് വെച്ചേക്കേണ്ടതുണ്ട്. ഫുള്ളായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്തത് ഹെയർ ഒന്ന് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ വരെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് 1.5 മണിക്കൂറിന് ശേഷം ഇങ്ങനെ കേട്ടോ ഹെയർ. ഇനി നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഹെയറിൻ്റെ ഫൈനൽ ലുക്ക്. ഡേ ഹെയറൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഡൈ ചെയ്യാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ നാച്ചുറലി തന്നെ ഹെയർ ഡൈ ചെയ്യണം എന്നുള്ളവർക്ക് ഇതൊരു ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂട്ടോ.